കൂട്ടുകാരെ, ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. ഇത് മറക്കരുത്, ഇത് ചോദിച്ചതാണ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. ഞാൻ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ടുണ്ട്, സോറി. ഭരണഘടനയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് ആദ്യമായി അംബേദ്കർ സഭയിൽ അവതരിപ്പിച്ചത് നവംബർ 4, 1948. ഫൈനലാണ്. ഫൈനൽ പറയുമ്പോൾ 1948 നവംബർ 4, 48 നവംബർ 4. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? JB കൃപലാനി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ്, ഭരണഘടനയെ അഭിസംബോധന ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഭരണഘടനയിലെ നിയമനിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്ത് JB കൃപലാനിയാണ് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലിക അവകാശ സബ് കമ്മിറ്റിയുടെ ചെയർമാനാണ് JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് നമ്മുടെ അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസറുദ്ദീൻ അഹമ്മദാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് നസറുദ്ദീൻ അഹമ്മദാണ്. ഡ്രിഫ്റ്റ് നസർ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ മൗലികാവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? മൗലികാവകാശ കമ്മിറ്റി പറയുമ്പോൾ സർദാർ പട്ടേൽ. നമ്മളെ മൗലികാവകാശങ്ങൾ പറയുമ്പോൾ അത് സർദാർ പട്ടേലുമായി ബന്ധപ്പെട്ടതാണ്. മൗലികാവകാശ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ പട്ടേൽ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദ്. സ്റ്റിയറിംഗ് കമ്മിറ്റി അതായത് ഒരു സ്റ്റിയറൊക്കെ തിരിക്കുന്ന ഭയങ്കര രാജാവിനെ പോലെയുള്ളതാണ് സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുക. അപ്പം രാജേന്ദ്ര പ്രസാദ് ഭയങ്കര പ്രസാദത്തോടെ ഭയങ്കര സന്തോഷത്തോടെയാണല്ലേ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുക അല്ലേ. കാറൊക്കെ പ്രാക്ടീസ് ചെയ്തവരൊക്കെ എന്തുണ്ടാവും, ഭയങ്കര രാജാവിനെ പോലെ ഭയങ്കര സന്തോഷമായിട്ടാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്. ക്യാബിനറ്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ബ്രിട്ടൻ. ക്യാബിനറ്റ് ബ്രിട്ടൻ. അതിൽ ബി വരുന്നുണ്ട്, നോക്കൂ. ബി ബ്രിട്ടൻ. ക്യാബിനറ്റ് ബ്രിട്ടൻ. ഇംപീച്ച്മെന്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ഇംപീച്ച്മെന്റ് അമേരിക്ക. മുൻപ് ചോദിച്ചതാണ് ഇംപീച്ച്മെന്റ് അമേരിക്ക. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ചെയർമാന് രാജേന്ദ്ര പ്രസാദ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി നോക്കൂ. പ്രൊസീജിയർ അല്ലേ, അപ്പൊ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് 32. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് 32. ഈ 32 നമ്മുടെ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമായിട്ട് പറയുന്ന അനുച്ഛേദം. പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം 326. പ്രായപൂർത്തി അല്ലേ, പ്രായപൂർത്തി 6ൽ വരുന്നത് നോക്കൂ. 2 6. പ്രായപൂർത്തി പറയുമ്പോൾ 326. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം അമേരിക്ക. അത് നമുക്കറിയാം. ആമുഖം അമേരിക്ക. ഇന്ത്യൻ ഭരണഘടന വരുന്നത് ആമുഖം അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയിൽ ഹൈക്കോടതി രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. ഹൈക്കോടതിയാണെങ്കിൽ 214. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെ ചെയർമാനാണ് HC മുഖർജി. മൈനോറിറ്റിയുള്ള ആളുകളിൽ ഇത് ന്യൂനപക്ഷക്കാർ, അവൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ ഭയങ്കര സഹതാപം തോന്നും അല്ലേ. അപ്പോൾ മൈനോറിറ്റി സബ് കമ്മിറ്റിയുടെ ചെയർമാനാണ് HC മുഖർജി. ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് BR അംബേദ്കർ ആണ്. ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ച് ഇത് ആരും മിസ് ചെയ്യരുത്, ചിലപ്പോൾ നമുക്കിത് ഉപയോഗമായിട്ട് വരും. ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് BR അംബേദ്കർ ആണ്. BR ബ്രദർ, സാഹോദര്യം അങ്ങനെ അടിച്ചു. സാഹോദര്യം പറയുമ്പോൾ ബ്രദർ, BR അംബേദ്കർ. സംയുക്ത സമ്മേളനം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നാണ്? സംയുക്ത സമ്മേളനം. യുക്ത പറയുമ്പോൾ ഓസ്ട്രേലിയ. അതിൽ S എടുക്കുക. അതേപോലെ തന്നെ യുക്തിയിലെ UT എടുക്കുക. നമുക്ക് എന്ത് കിട്ടും? ഓസ്ട്രേലിയ. ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടുത്തരവാദിത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നാണ്? ബ്രിട്ടൻ. നമ്മൾ ഭയങ്കര ഒരു ബ്രിട്ടായിട്ട് നിന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? കൂട്ടുത്തരവാദിത്വം അല്ലേ, കൂട്ടല്ലേ ബ്രിട്ടൻ.
സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിൽ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? അമേരിക്ക. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക. സ്വതന്ത്ര അമേരിക്കക്കാരൊക്കെ ഭയങ്കര സ്വാതന്ത്ര്യമുള്ളവരാണല്ലേ. അപ്പോൾ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക. ഏതു രാജ്യത്ത് നിന്നാണ് ഇന്ത്യ ആമുഖം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്? വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ, അമേരിക്ക. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത്? റിപ്പബ്ലിക് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് കേട്ടോ. റിപ്പബ്ലിക് ഫ്രാൻസ്, മുൻപ് ചോദിച്ചതാണിത്. റിപ്പബ്ലിക് ഫ്രാൻസ്, റിപ്പബ്ലിക് ഫ്രാൻസ്. അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നാണ്? കാനഡ. അവശിഷ്ടാധികാരം കാനഡ. അവശിഷ്ടാധികാരം എന്താണ്? കാനഡ. കാനഡ. അതായത് നമ്മൾ അവശിഷ്ടങ്ങളൊക്കെ എന്താണ്, നമ്മൾ കണ്ണുകൊണ്ട് നോക്കും കൂടിയില്ല അല്ലേ, കണ്ണൊക്കെ അടയ്ക്കൂലേ, നമ്മൾ അവശിഷ്ടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണടയ്ക്കില്ലേ, അങ്ങനെ ആലോചിച്ചോളൂ. അപ്പോൾ അവശിഷ്ടാധികാരം കാനഡ. അവശിഷ്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടയ്ക്കും, നോക്കാൻ നമുക്ക് തോന്നില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അവശിഷ്ടാധികാരം കാനഡ. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 226. നമ്മൾ നേരത്തെ പറഞ്ഞു സുപ്രീം കോടതി 32 എന്ന് പറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? അത് നമ്മുടെ നെഹ്റു ആണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാനാണ് നെഹ്റു. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കടം കൊണ്ടിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നാണ്? മൗലിക കടമകളാണെങ്കിൽ റഷ്യ അല്ലെങ്കിൽ USSR എന്ന് പറയാം. മൗലിക കടമകൾ പറയുമ്പോൾ എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നാണ് ഇവിടെ റഷ്യ. മൗലിക കടമകൾ റഷ്യയാണ്. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലായി കണക്കാക്കപ്പെടുന്നത് ആമുഖമാണ്. അപ്പോൾ താക്കോലാണ് എന്ന് പറയുമ്പോൾ ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. നമ്മുടെ ഈ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 153. ഗവർണർ എന്ന് പറയുമ്പോൾ നോക്കൂ, ശ്രദ്ധിക്കൂ, അതിൽ ഗ എന്ന് പറയുമ്പോൾ 5നെ പോലെയല്ലേ, ആ 5 നമുക്ക് എന്താക്കാം, നടുവിൽ കൊണ്ടിടാം അല്ലേ. അപ്പോൾ 5. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഒറ്റ സംഖ്യകൾ അപ്പുറത്തും ഇപ്പുറത്തും എഴുതാം. 1, 3. 5 ഒരു ഒറ്റ സംഖ്യ ആയതുകൊണ്ട് 5ന്റെ തൊട്ട് മുൻപ് വരെയുള്ള 2 ഒറ്റ സംഖ്യകൾ അതിൻ്റെ 2 ഭാഗത്തും എഴുതാം. 1, 3. അപ്പോൾ കിട്ടില്ലേ 153. രാജ്യസഭാ അംഗങ്ങളുടെ ഇലക്ഷൻ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കടം കൊണ്ടിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നാണ്? രാജ്യസഭാ അംഗങ്ങളുടെ ഇലക്ഷൻ ദക്ഷിണാഫ്രിക്ക. രാജ്യസഭാ അംഗങ്ങളുടെ ഇലക്ഷൻ എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. CAG എന്ന പദവി ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് ഏത് രാജ്യത്തു നിന്നാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് CAG. അത് ബ്രിട്ടനാണ് കേട്ടോ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ബ്രിട്ടനാണ് CAG. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ഭരണഘടന ആർട്ടിക്കിൾ. പബ്ലിക് സർവീസ് കമ്മീഷൻ അതിൽ എന്ന് പറയുമ്പോൾ 5 പോലെയല്ലേ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പം 315 നോക്കിക്കോളൂ. നമ്മൾ നേരത്തെ ഗവർണർ പറയുമ്പോൾ ഗവർണർ എപ്പോഴും സെൻറ്ററിൽ വരും അല്ലേ, സെൻറ്ററിൽ വരുന്ന വ്യക്തിയാണ്. ഗവർണർ ചുറ്റും എന്താണ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഗായനെ നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ 5നെ നമ്മൾ സെൻറ്ററിലാക്കി. അപ്പോൾ 1, 3ന്റെ ഇടയിൽ 5, അപ്പോൾ 153 ഗവർണറെ കുറിച്ച് പറയുന്നത്. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെങ്കിൽ പബ്ലിക് പറയുമ്പോൾ അതിൽ എന്ന് പറയുന്നത് നമുക്ക് പബ്ലിക് ആയിരിക്കുമ്പോൾ എല്ലാം പുറത്തേക്ക് പോയില്ലേ. അപ്പോൾ 5 എവിടെയോ നിൽക്കുക, ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും വന്നിരിക്കുക അല്ലേ. നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് PSCയെ കിട്ടുള്ളൂ. നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, ജോലി കിട്ടുക അല്ലേ. എല്ലാം പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 5 ലാസ്റ്റാണ് വരിക. 315. 315 പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം 3ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ 15 വരുന്നത്. അപ്പോൾ 315 അതാണ് നമ്മൾ തെറ്റിപ്പോവാതിരിക്കാനുള്ള ഒരിത്. മിസോറാമിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 37(1)G. അതായത് 371G. മിസോറാമിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 371G. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നാണ്? ജർമ്മനി. അടിയന്തരാവസ്ഥ എമർജൻസി. നോക്കൂ, എമർജൻസി അല്ലേ അടിയന്തര, അതിൽ തന്നെ ഇല്ലേ എമർജൻ. അപ്പോൾ തിരിച്ചെഴുതുമ്പോൾ ജർമ്മനി എന്ന് കിട്ടില്ലേ. ഇനി ഫെഡറൽ കോടതികൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഫെഡറൽ കോടതികൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഫെഡറൽ ഓഫ് വരുന്നത് അങ്ങനെ പഠിച്ചു. നികുതികളെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം. നികുതികളെ കുറിച്ച് പറയുന്നത് 265. ഇനി വരാൻ പോകുന്നതിൽ ചിലപ്പോൾ ഇത് ചോദിച്ചിരിക്കാം. നികുതികളെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം 265. നികുതിയാണ് കേട്ടോ 265. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി 1949 നവംബർ 26. 1949 നവംബർ 26 നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് അധികാരത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടന അനുച്ഛേദം. ഓർഡിനൻസ് നമ്മൾ ഓടുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ, 1, 2, 3 സ്റ്റാർട്ട് അല്ലേ പറയാ. അപ്പോൾ ഓർഡിനൻസ് രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് ആട്ടോ, ശ്രദ്ധിച്ചോളൂ.
രാഷ്ട്രപതിയുടെ ഓർഡിനൻസ്, രാഷ്ട്രപതി ഓടാൻ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടില്ലേ? ഏറ്റവും വലിയ ആളല്ലേ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു പ്രഥമ സർവ്വ സൈന്യാധിപൻ, അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? സർവ്വ സൈന്യാധിപൻ പറയാൻ പറ്റും. അതൊരു രാഷ്ട്രത്തിന്റെ തലവനല്ലേ രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പോൾ ആൾ ഓടാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാലും ഓടുമല്ലോ, കാരണം ആൾ പറഞ്ഞു ചിലപ്പോൾ ജോലി കിട്ടിയാലോ കൊണ്ട് നമ്മൾ ഓടൂലേ. അപ്പോൾ 1 2 3 രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് 1 2 3. ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ എന്ന ഭരണഘടനാ ആശയം കടം കൊണ്ടിരിക്കുന്നത് കാനഡ. ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ കാനഡ കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നമാണ് ആമുഖം. താക്കോലും ആമുഖമാണ്. ഏതു രാജ്യത്ത് നിന്നാണ് ഇന്ത്യ രാഷ്ട്രപതി എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്? അമേരിക്ക. ഏതു രാജ്യത്ത് നിന്നാണ് ഇന്ത്യ രാഷ്ട്രപതി എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്? അമേരിക്കയാണ്. ഇംപീച്ച്മെന്റും അമേരിക്കയാണ്, രാഷ്ട്രപതിയും അമേരിക്കയാണ്. നമുക്കിനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ആശയങ്ങൾ എവിടെയൊക്കെ വരുന്നു അത് നമുക്ക് കോഡ് വെച്ചിട്ട് പഠിക്കാം. രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? അയർലാൻഡ്. അതായത് രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം, അതായത് ഒരു നോമിനേറ്റ് ചെയ്യാൻ 12 പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മുൻപ് നമുക്ക് അറിയില്ലാണ്. അതായത് രാജ്യസഭയിൽ രാഷ്ട്രപതിക്ക് 12 പേര് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. ആ അധികാരം കടം കൊണ്ടിരിക്കുന്നത് അയർലാൻഡാണ്. അയർലാൻഡ്. ഭരണഘടനയിൽ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം. അഡ്വക്കേറ്റ് ജനറൽ 165. അഡ്വക്കേറ്റ് ജനറൽ 165 ആണ് കേട്ടോ. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്നത് 165. ലിഖിത ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നാണ്? അമേരിക്ക. ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് വേണമെന്ന ആശയം ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക. അതായത് നമുക്കൊരു ഉപരാഷ്ട്രപതി വേണമെന്ന് പറയുന്നത് അമേരിക്ക. അതേപോലെ തന്നെ രാഷ്ട്രപതിയുടെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരവും അത് അയർലാൻഡ്. പിന്നെ അതേപോലെ തന്നെ ഇന്ത്യ രാഷ്ട്രപതി എന്ന ആശയം, ആ രാഷ്ട്രപതി എന്ന് പറയുന്നതും അമേരിക്കയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇപ്പോൾ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നതും അമേരിക്കയാണ് കേട്ടോ. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അമേരിക്കയാണ്. ഇംപീച്ച്മെന്റും അമേരിക്കയാണ് കേട്ടോ. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് എന്നെ പൽക്കിവാല. നമ്മൾ തിരിച്ചറിയൽ കാർഡൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പോക്കറ്റിൽ വെക്കൂലേ? ഭയങ്കര ആരും എടുത്തുകൊണ്ടിരിക്കാൻ നമ്മൾ പോക്കറ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ തൂവാല കൊണ്ട് പൊതിഞ്ഞിട്ടൊക്കെ വെക്കൂലേ പോക്കറ്റിൽ. അതാണ് പാൽക്കിവാല കേട്ടോ. എന്നെ പാൽക്കിവാല. എൻ്റെ പോക്കറ്റിൽ വെക്കും വലിച്ചു. അപ്പൊ എന്നെ പൽക്കിവാല. സുപ്രീം കോടതിയെ കുറിച്ച് അനുശാസിക്കുന്ന ഭരണഘടന അനുച്ഛേദം 124. നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഹൈക്കോടതിയെ കുറിച്ച് പറയുന്നത് ഏതാണ്? അത് ശ്രദ്ധിക്കണം. അത് എത്രയാണ് നമ്മൾ ഹൈക്കോടതിയെ കുറിച്ച് പറഞ്ഞത്? ഹൈക്കോടതി വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കണം, 214 കേട്ടോ. ഹൈക്കോടതി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഹൈക്കോടതി രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് 214. എന്നാൽ ശ്രദ്ധിച്ചോളൂ, സുപ്രീം കോടതിയെ കുറിച്ച് പറഞ്ഞത് 124. 214 ഹൈക്കോടതിയാണ് അല്ലേ? 214 ഹൈക്കോടതിയാണ്. സുപ്രീം കോടതി 124. ഏതെങ്കിലും ഒന്ന് സുപ്രീം കോടതിയല്ലേ ഏറ്റവും വലിയ കോടതി. അപ്പോൾ 1 2 4 124. ആ 1 2നെ തിരിച്ചിട്ട് എന്താവും? താഴെ നടക്കുന്നതിൽ ഹൈക്കോടതി. അപ്പോൾ 214. തെറ്റരുത്. 124 സുപ്രീം കോടതി, ഹൈക്കോടതി ചെറുതാണ്. അപ്പോൾ 12 മാറ്റിയിട്ട് അവിടെ എന്ത് വരിക? 21 ആക്കുക, തിരിച്ചിടുക. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങൾ. ഫണ്ടമെന്റൽ റൈറ്റ്സ് 3. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം. സംസ്ഥാന തെരഞ്ഞെടുപ്പല്ലേ, നമ്മുടെ സംസ്ഥാനം പറയുമ്പോൾ കേരളമല്ലേ, അപ്പൊ കെ എന്ന് ആലോചിക്കുക. തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് 243 കെ. നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പാണെങ്കിൽ വരുന്നത് എന്താണ്? 243 ആണ് കേട്ടോ. 243 സംസ്ഥാനമായി നമ്മുടെ കേരളത്തിൽ കെ എന്നുണ്ട്. അപ്പൊ 243 കെ. സംസ്ഥാന നിയമസഭയിലേക്കുള്ള ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം. ആംഗ്ലോ ഇന്ത്യൻ അല്ലേ? ആംഗ്ലോ ഇന്ത്യൻ ആണ്. അപ്പോൾ എന്ത് വരും? 333. ആംഗ്ലോയിലെ ഗാനം നമുക്ക് 3 പോലെ ആക്കുമല്ലോ. അപ്പോൾ 333. മുനിസിപ്പാലിറ്റികളെ കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 243 ക്യൂ. നമ്മൾ മുനിസിപ്പാലിറ്റിയിലൊക്കെ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചപ്പ് ചവറകളൊക്കെ അവിടെ കൊണ്ട് ഏൽപ്പിക്കണം, നമ്മൾ ഭയങ്കര ക്യൂ നിൽക്കൂലേ? അപ്പോൾ മുനിസിപ്പാലിറ്റികളെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം എന്താണ്? 243 ക്യൂ ആട്ടാ. കേരളത്തിന്റെ എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതൊക്കെ 243 ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പാണെങ്കിൽ അവിടെ കെ വരും. എന്നാൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ക്യൂ വരും. മുനിസിപ്പാലിറ്റി നമ്മൾ ക്യൂ നിൽക്കും.
പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 161. പൊതുമാപ്പാണ് 161 പൊതുമാപ്പ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി വിശേഷിപ്പിക്കുന്നത് ആമുഖത്തിനെയാണ് ആത്മാവ്. നമ്മുടെ മുഖത്തിലൂടെയല്ലേ നമ്മുടെ ആത്മാവ് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ? അപ്പോൾ ആത്മാവായിട്ട് വിശേഷിപ്പിക്കുന്നത് ആമുഖം. സ്പീക്കർ എന്ന പദവി ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ്? ബ്രിട്ടൻ. സ്പീക്കർ ബ്രിട്ടൻ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു മുദ്രാവാക്യമാണ് അല്ലെ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്ന്? ഇംഗ്ലണ്ട്. നിയമവാഴ്ച. അതായത് ഈ ബ്രിട്ടീഷുകാർ പറയുമ്പോൾ ഇംഗ്ലണ്ടുകാരനല്ലേ, അവരല്ലേ ഇംഗ്ലീഷുകാർ, അവരിവിടെ വന്ന് ഭയങ്കര വാഴുന്നു അല്ലേ? അവരുടെ നിയമത്തിൽ അങ്ങോട്ട് വാഴുന്നു. അപ്പം നിയമവാഴ്ച ഇംഗ്ലണ്ട്. ഭരണഘടനയുടെ കീനോട്ട് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ ബാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോട്ടും കൊണ്ട് പോകൂലേ? അങ്ങനെ ആലോചിക്കാം. ബാറിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും? ആളുകളൊക്കെ എന്ത് ചെയ്യും? നോട്ട് കൊണ്ടാ പോവാം. മദ്യം വാങ്ങാനൊക്കെ നോട്ട് വേണം. അപ്പോൾ ഭരണഘടനയുടെ കീനോട്ട് എന്ന് പറയുന്നത് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 323A. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ 323A. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അഡ്മിനിസ്ട്രേറ്റീവിലെ എ ഉണ്ടാവും, 323 ചിലപ്പോൾ ഉണ്ടാവും. അതിൽ ABCD എന്നൊക്കെ ആയിരിക്കും തരിക. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പറയുമ്പോൾ എ, ട്രിബ്യൂണൽ പറയുമ്പോൾ 3 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 323. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയായ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ ചെയർമാൻ പട്ടേലാണ്. ന്യൂനപക്ഷം പറയുമ്പോൾ നമ്മൾ മൗലികാവകാശം എന്നൊക്കെ പറയേ, സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹം തന്നെയാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. അതായത് നമ്മൾ എന്ത് ചെയ്യും? ഹൃദയവും ആത്മാവിനും നല്ല എന്ത് കൊടുക്കൂലേ? അത് ഭയങ്കര എന്താണ്? താക്കീത് കൊടുക്കും. അത് നമ്മുടെ ഹൃദയവും ആത്മാവല്ലേ? അപ്പം അതൊരിക്കലും നശിച്ചു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? താക്കീത് ഉണ്ടാവും. അതാണ് ഹൃദയവും ആത്മാവും. താക്കൂർദാസ് ഭാർഗവ്. കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തുനിന്നത്? ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ക്വസ്റ്റ്യനാണ് PSCകളിൽ. ബ്രിട്ടൻ. രാഷ്ട്രപതിയുടെ ഇലക്ഷൻ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ഏതു രാജ്യത്തു നിന്നാണ്? അയർലാൻഡ്. രാഷ്ട്രപതിയുടെ ഇലക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പറഞ്ഞത് അയർലാൻഡ്. രാഷ്ട്രപതിയുടെ ഇലക്ഷൻ എന്ന ആശയം കടം കൊണ്ട്, രാഷ്ട്രപതിയെ വേണമെന്ന് പറഞ്ഞത് അമേരിക്കയാണെങ്കിലും രാഷ്ട്രപതിയുടെ ഇലക്ഷൻ വേണമെന്ന് പറഞ്ഞത് എന്താണ്? ഇലക്ഷൻ കടം കൊണ്ടിരിക്കുന്നത് അയർലാൻഡാണ്. ശ്രദ്ധിച്ചോളൂ, ഇലക്ഷനാണ് അയർലാൻഡ് ഇലക്ഷൻ. അതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ള അധികാരം പറഞ്ഞതും അയർലാൻഡാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം, ഈ കോഡുകളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഈ വീഡിയോ ഒരുപാട് പ്രാവശ്യം കാണുമ്പോൾ തന്നെ, ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ മനസ്സിലാവും. സംശയമുള്ളവർക്ക് വീണ്ടും കാണുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.